നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് കാണിക്കുന്നൊരു വാർത്തയാണ്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ റെയ്ഡ് നടക്കുന്നു, ഡിയുടെ റെയ്ഡ് നടക്കുന്നു എന്ന വാർത്ത. സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത് എന്താണ് ഈ സ്വകാര്യ ആശുപത്രികൾക്ക് പേരില്ലേ എന്ന്. സ്വകാര്യ ആശുപത്രികളുടെ പേര് വിവരങ്ങൾ പറയാൻ എന്തിനാണ് മടിക്കുന്നത് എന്ന് പലരും പരസ്പരം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് പ്രസക്തിയൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പരമ്പരാഗത മാധ്യമങ്ങൾ, അത് ചാനലുകളാവട്ടെ പത്രങ്ങളാവട്ടെ, അവർ പിടിച്ചു നിൽക്കുന്നത് പരസ്യങ്ങൾ കൊണ്ടാണ്. ഈ പരസ്യം നൽകുന്ന സ്ഥാപനങ്ങളെ പിണക്കാൻ ഇവർക്ക് താല്പര്യമില്ല. മറുനാടനെ പോലെയുള്ള മാധ്യമങ്ങൾ രംഗത്ത് വന്നതിന് ശേഷമാണ് ഒരു പരിധിവരെ ഇത്തരക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നത്. മാത്രമല്ല, വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ഒരു ആശുപത്രി റെയ്ഡ് നടക്കുന്നു എന്ന് വിവരം കേട്ടാൽ അതിന് തെളിവില്ലാതെ അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടാൽ അത് വലിയ നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ കമ്പനികളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന വലിയ കോർപ്പറേറ്റ് ആശുപത്രികൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ അവർ വെറുതെ വിടില്ല. മറുനാടിനെതിരെ ഏറ്റവും അധികം കേസ് കൊടുത്തിരിക്കുന്നത് സ്വകാര്യ ആശുപത്രി മുതലാളിമാരാണ്. നഴ്സുമാരുടെ സമരത്തെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഇത്തരം ആശുപത്രികളിലെത്തി നിസ്സഹായര മനുഷ്യർ ചികിത്സാ പിഴവ് കൊണ്ട് മരിക്കുമ്പോൾ അതിൻ്റെ തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ആ കൊലപാതകം നടത്തിയവരെ രക്ഷിച്ചെടുക്കുമ്പോൾ വല്ലപ്പോഴുമെങ്കിലും പ്രതികരിക്കാൻ മറുനാടൻ മാത്രമേ ഉള്ളൂ. ഇത്തരം പല കൊലപാതകങ്ങളും ഞങ്ങൾക്ക് പോലും പറയാൻ സാധിക്കാത്ത വിധത്തിൽ ഇവരിൽ പല ആശുപത്രികളും ഇൻജക്ഷൻ ഓർഡർ മേടിച്ച് ഞങ്ങൾക്കെതിരെ വെച്ചിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും സത്യം വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് ലക്ഷ്യമില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, കേരളത്തിലെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ വലിയ അവയവ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ പറയുന്നു. അതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇപ്പോഴിതാ ഇത്തരം ആശുപത്രികളിൽ ഡി റെയ്ഡ് നടത്തുന്നു. ഏതൊക്കെ ആശുപത്രികളിലാണ് ഇന്ന് രാവിലെ മുതൽ ഡി റെയ്ഡ് നടത്തുന്നത് എന്ന് കൃത്യമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും രാജഗിരി ആശുപത്രിയിലും റെയ്ഡ് നടക്കുന്നു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയും. എറണാകുളത്തെ ആസ്റ്റർ ഹോസ്പിറ്റലിൽ റെയ്ഡ് ഉണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിലും അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. എറണാകുളത്തിന് പുറത്ത് കോട്ടയം അടക്കമുള്ള പലയിടങ്ങളിലും വലിയ തോതിൽ റെയ്ഡ് നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അവയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ എറണാകുളം രാജഗിരി ആശുപത്രി അധികാരികൾ വ്യക്തമായി പറയുന്നത്, ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ല, ഞങ്ങൾ ഇതുവരെ അവയവ കച്ചവടം നടത്തിയിട്ടില്ല, അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അവയവം കൈമാറാൻ ഞങ്ങൾ അനുമതി കൊടുത്തിട്ടുള്ളൂ, ഞങ്ങൾ തന്നെ സ്ഥിരീകരിക്കും ബന്ധുത്വം, അതിനുശേഷം മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അവയവദാനം നടക്കുന്ന ആശുപത്രികളിലെല്ലാം പരിശോധന നടക്കുന്നതിൻ്റെ ഭാഗമായാണ് രാജഗിരിയിൽ നടക്കുന്നത്. തിരുവനന്തപുരത്തെ ഗോകുലം മെഡിക്കൽ കോളേജിലും കോട്ടയം കാരിത്താസ് ആശുപത്രിയിലും ഒക്കെ റെയ്ഡ് ഉണ്ട് എന്ന് വാർത്തകൾ പരക്കുന്നുണ്ടെങ്കിലും അത് സ്ഥിരീകരിക്കാൻ ഞങ്ങൾക്കിതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത് ഏറ്റവും വലിയ കുഴപ്പത്തിലേക്ക് പോകുന്നത് ലേക്ക് ഷോർ ആശുപത്രിയാണെന്നാണ്. ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നും ഇടനിലക്കാരുമായുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ വിശദാംശങ്ങൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘവുമായി അടുത്ത ബന്ധമുള്ള ഒരു സ്രോതസ് വെളിപ്പെടുത്തിയത്. വിശദാംശങ്ങൾ വൈകുന്നേരത്തോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രത്യേക പ്രസ് റിലീസിലൂടെ ഇറക്കുമെന്നും റെയ്ഡ് നടത്തിയ ഇടങ്ങളുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അത് ലഭിക്കുന്ന മുറയ്ക്ക് വിശദമായി തന്നെ പ്രേക്ഷകരെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിരുത്തി മനസ്സിലാക്കണം. കേരളത്തിൽ പഞ്ചനക്ഷത്ര ആശുപത്രികൾക്ക് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് പുഷ്കലകാലമാണ്. പിണറായി ഭരണത്തിന് കീഴിലായിരുന്നു സർക്കാർ ആശുപത്രികളെല്ലാം നശിച്ചുപോയതും സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികൾ തടിച്ചു കൊഴുത്തതും. കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ആശുപത്രികൾ മാറി മാറി പരസ്യം ചെയ്യാൻ തുടങ്ങി. ഓരോ ആശുപത്രിയും അവരുടെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പാവപ്പെട്ടവൻ കിടപ്പാടം വിറ്റ് ചികിത്സയ്ക്ക് വേണ്ടി ഇത്തരം ആശുപത്രികളിൽ പോകും. അവിടെ ഒരാളുടെയും ജീവൻ സുരക്ഷിതമല്ല. അവിടെ ഏതെങ്കിലും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായി നമുക്ക് മരണം സംഭവിച്ചാൽ പോലും രേഖകൾ ശരിയാക്കി അവർ രക്ഷപ്പെടും. പരാതിയുമായി പോകാൻ ഒരു തെളിവും ബാക്കിയുണ്ടാവില്ല. ഇനി പരാതിപ്പെട്ടാലും മെഡിക്കൽ എക്സ്പേർട്ട് കമ്മിറ്റി വേണം തീരുമാനിക്കാൻ. ഈ എക്സ്പേർട്ട് കമ്മിറ്റികളിൽ ഡോക്ടർമാരാണുള്ളത്. ഇവരെല്ലാം IMA എന്ന സംഘടനയിൽ അംഗങ്ങളാണ്. ഇവർ ഒരിക്കലും മറ്റൊരു ഡോക്ടർ ഒറ്റുകൊടുക്കാൻ തയ്യാറാവില്ല. അങ്ങനെ കേരളത്തിലെ പഞ്ചനക്ഷത്ര ആശുപത്രികൾ പാവപ്പെട്ട മനുഷ്യരെ കൊന്ന് കോടാനുകോടി ഉണ്ടാക്കി തടിച്ചു കൊടുക്കുമ്പോഴും ഒരു നിയമ നടപടിയും ഉണ്ടാവില്ല. ക്യാൻസർ രോഗമില്ലാത്ത സ്തനം മുറിച്ചതിൻ്റെ പേരിൽ കോട്ടയം കാരിത്താസ് ആശുപത്രിയിലും എറണാകുളം ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലും ജോലി ചെയ്യുന്ന ഡോക്ടർ ജോജോ വി ജോസഫിനെ കുറിച്ച് വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ മറുനാടൻ ആശുപത്രിയിൽ കയറി കാലുവെട്ടുമെന്ന് പറഞ്ഞു എന്നാരോപിച്ചുകൊണ്ട് കേസ് കൊടുത്തവരാണ് ഈ ആശുപത്രി സംവിധാനം എന്നോർക്കണം. അങ്ങനെയാണ് ഈ മെഡിക്കൽ മാഫിയ തടിച്ചു കൊഴുക്കുന്നത്. മിക്ക മാധ്യമങ്ങളും ഇത്തരം മാഫിയകൾക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുക്കും. അവിടെ മറുനാടനെ പോലുള്ളവർ നടത്തുന്ന ഒറ്റയാൻ പോരാട്ടത്തിൻ്റെ ഫലപ്രാപ്തിയായി വേണം ഈ അവയവ മാഫിയക്കെതിരെയുള്ള
ED-യുടെ യുദ്ധപ്രഖ്യാപനത്തെ കാണാൻ. ആലുവ ഇടത്തല കേന്ദ്രമാക്കി കല്ലട്ര മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തി കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് നജീബ് കല്ലട്ര ഇടനിലക്കാരൻ്റെ ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തുന്നതോടെയാണ് ഈ അവയവ കച്ചവടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലോകമറിയുന്നത്. ഈ കല്ലട്ര നജീബ് ഒരു കൊടും ക്രിമിനലാണ്. മംഗലാപുരത്ത് ഒരു ഗുണ്ടയെ കൊന്ന കേസിലടക്കം നിരവധി തട്ടിപ്പ് കേസുകളിലും മോഷണ കേസുകളിലുമൊക്കെ പ്രതി. ഇയാളും ഇയാളുടെ ഭാര്യ റഷീദയും ആരിഫ് എന്ന് പറയുന്ന ഒരു സഹായിയും ഒരുമിച്ച് എറണാകുളത്ത് ആലുവയിൽ ഒരു സ്ഥാപനം നടത്തി സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികളുമായി ധാരണയിലെത്തി അവയവ കച്ചവട മാഫിയയുടെ നേതൃത്വം വഹിക്കുകയായിരുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള അനേകം പാവപ്പെട്ട മനുഷ്യരെ നക്കാപ്പിച്ചു കൊടുത്ത് ഇവർ പറ്റിക്കുകയായിരുന്നു. ഇവരെ കൊണ്ടുവന്ന് പഞ്ചനക്ഷത്ര ആശുപത്രികളുമായി കണക്ട് ചെയ്ത് അവയവദാനത്തിന് ഏർപ്പാടാക്കുന്നത് ഈ നജീബിൻ്റെയും റഷീദിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. ഇവർ തമ്മിൽ ഇടയ്ക്ക് ഭിന്നിച്ചപ്പോഴാണ് ഈ വിവരം പുറത്തു വന്നത് എന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും അത് എത്രമാത്രം ശരിയാണെന്നറിയില്ല. ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്തി. കുന്നത്തനാട് പള്ളിക്കരയിൽ സൺ കമ്മ്യൂണിക്കേഷൻസ് എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തുന്ന സണ്ണി വർഗീസും ഭാര്യ സിനിയും ഈ രണ്ടു പേരുമാണ് നജീബുമായി ചേർന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തമായി. തൊട്ടടുത്ത് തന്നെ പള്ളിക്കരയിൽ തന്നെ സൈൻ HD ഡിജിറ്റൽസ് എന്നൊരു സ്ഥാപനത്തിൽ കൂടി റെയ്ഡ് നടക്കുകയും അവിടെ നിന്നും വ്യാജരേഖകൾ കണ്ടെത്തുകയും ചെയ്തു. ഈ സ്ഥാപനങ്ങളായിരുന്നു നജീബിന് വേണ്ട വ്യാജരേഖകൾ, അതായത് MP-മാരുടെയും MLA-മാരുടെയും മുതിർന്ന പോലീസ് ഓഫീസർമാരുടെയും ഒക്കെ പേരിലുള്ള വ്യാജരേഖകൾ, വ്യാജ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കിയിരുന്നത്. ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ഇത്തരം വ്യാജ മെഡിക്കൽ റിപ്പോർട്ടുകളും ലാബ് റിപ്പോർട്ടുകളും DYSP-യുടെയും CI-യുടെയും ഒക്കെ കത്തുകളും നിരവധി MLA-മാരുടെയും MP-മാരുടെയും ഒക്കെ കത്തുകളും കണ്ടെത്തി. മുൻ നിയമസഭയിലെ ചീഫ് വിപ്പ് N ജയരാജ്, അരൂർ MLA ആയിരുന്ന ദലീമ, KP മോഹനൻ, K രാധാകൃഷ്ണൻ MP, ഹൈബി ഈഡൻ MP തുടങ്ങിയവരുടെ പേരിലുള്ള ശുപാർശ കത്തുകളും മറ്റും വ്യാജമായി നിർമ്മിച്ചതായി കണ്ടെത്തി. നിരവധി ലെറ്റർ ഹെഡുകളും ഇവിടെ നിന്ന് കണ്ടെത്തി. ഒരാൾ ഒരു അവയവദാനം നടത്തണമെങ്കിൽ അവരുടെ അടുത്ത ബന്ധുവായിരിക്കണം എന്ന് നിയമമുണ്ട്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിരവധി കടമ്പകൾ കടക്കണം. ഈ കടമ്പകളിൽ പോലീസ് പരിശോധനയും ജനപ്രതിനിധികളുടെ ശുപാർശയും ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവർ വ്യാജമായി നിർമ്മിച്ചു കൊടുത്തത്. ഇങ്ങനെ കേരളത്തിൽ പണിയെടുക്കാനെത്തിയ നിരവധി ബംഗാളികളെയും ആസാമികളെയും ഒക്കെ ഈ അവയവ മാഫിയയ്ക്ക് ഇരയാക്കി. ഇവർക്ക് നക്കാപ്പിച്ച മാത്രമാണ് കൊടുത്തത്. എന്നാൽ ഒരാൾക്ക് 25-30 ലക്ഷം രൂപ വീതം അവയവം കിട്ടിയവരിൽ നിന്നും ഈ ഏജന്റുമാർ ശേഖരിച്ചു. ഇങ്ങനെ ഈ സംഘത്തിനെതിരെ കേരള പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ED ഈ കേസിലേക്ക് വരുന്നതും ആശുപത്രി മുതലാളിമാരെ കൂടി കുഴപ്പത്തിലാക്കുന്നതും. ലേക്ക് ഷോർ അടക്കമുള്ള മിക്ക ആശുപത്രികൾക്കും ഇത്തരം മാഫിയകളുമായി ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. നജീബിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ പല ആശുപത്രികളിൽ നിന്നും ഇയാൾക്ക് ഓരോ ഓപ്പറേഷന് ശേഷം പണം കിട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമായി. അവയവം നൽകിയ പലരെയും കണ്ടെത്തി മൊഴിയെടുത്തപ്പോൾ അവയവം നൽകി എന്നവർ സ്ഥിരീകരിച്ചെങ്കിലും പണം വാങ്ങിയതായി അവർ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ നജീബിന്റെ അക്കൗണ്ടിലേക്ക് ഓരോ അവയവ കച്ചവട സമയത്തും പണം കൈപ്പറ്റിയതായി ED കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ എന്ത് ബന്ധമാണ് ആശുപത്രികൾക്കുള്ളത് എന്നാണ് പരിശോധനയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എന്തായാലും കേരളം ഭയപ്പെടേണ്ട ദുരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് തീർച്ച. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, അതിനുവേണ്ടി ആംബുലൻസുകൾ ഒരുക്കി കൊടുത്തു എന്നൊക്കെ പറയുന്ന വാർത്തകളുടെയൊക്കെ പിന്നിൽ പലപ്പോഴും ഇത്തരം വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായെന്ന് വരാം. അങ്ങനെ അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വാർത്തകൾ കൊടുക്കുക, അതിൻ്റെ പേരിൽ വലിയ തോതിൽ അവയവ കച്ചവടം നടക്കുക എന്ന് മാത്രമല്ല, രോഗികളായി പോകുന്ന പലരുടെയും അവയവങ്ങൾ പോലും ഇവർ മോഷ്ടിക്കുന്നുണ്ടാവാം. ആർക്കും അതേക്കുറിച്ച് നിശ്ചയമൊന്നുമില്ല. ഇത്തരം വാർത്തകൾ കൊടുത്താൽ ആ വാർത്ത കൊടുക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ ഉപദ്രവിക്കുമെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. എന്തായാലും ED കയറി നിരങ്ങുകയാണ്. നമ്മുടെ നാട്ടിലെ പഞ്ചനക്ഷത്ര ആശുപത്രികൾ കൊലക്കളങ്ങളും അവയവ മാഫിയ സംഘങ്ങളുമായി മാറുന്നത് അവസാനിപ്പിക്കാനുള്ള യുദ്ധപ്രഖ്യാപനവുമായി ED എത്തുമ്പോൾ പൊതുസമൂഹം അതിനോട് സഹകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ മാധ്യമങ്ങൾ ഇത് അന്തിച്ചർച്ചയ്ക്ക് കാരണമാക്കില്ല. ഇതിന്റെ വിശദാംശങ്ങളും ആശുപത്രിയുടെ പേരുകളും പുറത്തുവിട്ടുന്നവരെ ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ മറുനാടിനെ കാത്തിരിക്കുന്നത് ഒന്നിലധികം കേസുകളാണ് എന്നറിയാം. ഇത്തരം ആശുപത്രികളിൽ പലതും മറുനാടിനെതിരെ പല കേസുകളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി അവസാന ശ്വാസം വരെ സത്യം പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് ഈ ചുമതല ഞങ്ങൾ തുടർന്നും ചെയ്യുന്നു എന്ന് മാത്രം.